പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം കൃതി ഭാവയാമി. സനാതനധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായി കൊണ്ടുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതിനു മുമ്പേ പറഞ്ഞ ഭാഗം ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധം 7-ാം അധ്യായം ഭഗവാന്റെ അവതാരങ്ങളാണ്. എന്തിനാണ് അവതാരങ്ങൾ പറഞ്ഞത്? ഭക്തി വർദ്ധിക്കാൻ. എന്തിനാണ് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തത്? ജ്ഞാനം, കർമ്മം മുതലായിരിക്കുന്ന മാർഗങ്ങളേക്കാൾ നമുക്ക് ഈ ഈശ്വരനോടുകൂടി ചേരാനും ഭക്തി ഉണ്ടാവാനുമുള്ള, ജ്ഞാനം ഉണ്ടാവാനുമുള്ള എളുപ്പമാർഗമാണ് ഭക്തി. അപ്പോൾ ആ അവതാരങ്ങളെ കീർത്തിച്ച് കേട്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി പരീക്ഷത്തിന്. ഭക്തി വർദ്ധിച്ചു. ചോദിച്ചു, ഇനി എന്തൊക്കെയാണ് നാരദൻ അച്ഛനായ ബ്രഹ്മാവിനോട് ചോദിച്ചത്? യഥാ പ്രാഹ നാരദോ ദേവദർശന. ദേവർഷിമാരിൽ വെച്ചിട്ട് ദേവന് തുല്യമായ ആ നാരദൻ അച്ഛനായ ബ്രഹ്മാവിനോട് യസ്മൈ യസ്മൈ യഥാ പ്രാഹ എന്തെല്ലാമാണ് ചോദിച്ചത്? ചോദിച്ചത് പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്. 8-ാമത്തെ ആ അധ്യായം മുഴുവൻ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ മുഴുവനും നമുക്ക് പറഞ്ഞിട്ട് സമയം കളയേണ്ട, നമുക്ക് ഉത്തരമാണല്ലോ വേണ്ടത്. കുറേ ചോദ്യങ്ങളുണ്ട്. ചുരുക്കം ആ അധ്യായങ്ങൾ മുഴുവൻ ചോദ്യങ്ങളാണ്. എന്താണ് ചോദിക്കുക എന്ന് സുമാറ് നമുക്കറിയാം. ഒറ്റ കാര്യം പറഞ്ഞിട്ട് ആ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. വെറുതെ ചോദ്യങ്ങൾ ചോദിച്ച സമയം കളയണ്ട. അടുത്ത അധ്യായത്തിൽ ഉത്തരമാണ്. മായയിൽ വന്നു പെട്ടിട്ടുള്ളതായ ജീവൻ എങ്ങനെയാണ് മായയെ കടക്കുക? അത്രയേ ഉള്ളൂ. ആ മായയെ കടന്നിട്ട് എപ്പോഴും ശാന്തി സമാധാനം അനുഭവിക്കുന്ന സന്തോഷാവസ്ഥയിൽ, ആനന്ദാവസ്ഥയിൽ എത്തുന്നത് എങ്ങനെ? ഒറ്റ ചോദ്യം കൊണ്ട് ഒരു 10-12 ചോദ്യങ്ങൾ അങ്ങോട്ട് സംഗ്രഹിക്കാം. എങ്ങനെ ജീവൻ സമാധാനിക്കുന്നു? എങ്ങനെ ജീവന് ആശ്വാസം ഉണ്ടാവും? പിന്നെ അതിൽ പല ചോദ്യങ്ങളുമുണ്ട്. പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ, അതുപോലെ തന്നെ നമ്മൾ ജീവാത്മാവ് തമ്മിൽ എന്താണ് വ്യത്യാസം? ശരീരം എടുത്തിട്ടുള്ളതായിരിക്കുന്ന ഭഗവാൻ എങ്ങനെയാണ് മായയ്ക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ. ഏതായാലും നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഇവിടെ പറയണം, ആത്മമായാമൃതേ രാജൻ പരസ്യാനുഭവാത്മന നെക്കടേത് അർത്ഥസംബന്ധ സ്വപ്നദ്രട്ടുരി വാഞ്ചസ. എല്ലാറ്റിനും കൂടിയുള്ള ചില ഷോർട്ട് കട്ട് ഒറ്റമൂലി പോലത്തെ മറുപടി ഉണ്ടാവും ഭാഗവതത്തിൽ ചിലപ്പോൾ. സത്യത്തിൽ പറയുകയാണ്, ഈ ഇല്ലാത്തതിനെ കുറിച്ചിട്ട് എന്തിനാ വെറുതെ നമ്മൾ വിഷമിക്കണം? ഇല്ലാത്തതിനെ പറ്റിയിട്ട് വിഷമിക്കേ? അതെ, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലാത്തതാ. ശരിക്ക് ഞാനും ഇല്ല, നീയും ഇല്ല, നാരദാന്ന്. ഇതൊക്കെ ഇല്ലാത്തതാ. നല്ല ഏർപ്പാടായി. ഇന്നലെ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിപ്പോൾ എന്തോ പറ്റിയെന്നാണ് തോന്നണമെന്ന് പറയും. നമ്മൾ പെട്ടെന്നല്ലേ, ഞാനും ഇല്ല, കേൾക്കണം നിങ്ങളും ഇല്ല, ബാക്കിയുള്ളതൊന്നുമില്ല, എന്തോ പ്രശ്നമുണ്ട് അയാൾക്ക് എന്നാണ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക. ഒരു പ്രശ്നമില്ല. എന്താ കാരണം അറിയോ? ഇതെല്ലാം ഇല്ലാത്തതിലുണ്ട് എന്ന പ്രതീതിയാണ്. ഈ അധ്യായത്തിൻ്റെ മുഴുവൻ കണ്ടൻറ്റ് ഇതാണ്. ചതുശ്ലോകി ഭാഗവത്തിൽ പോയിട്ടാണ് അവസാനിക്കുക. അതുവരേക്കൊക്കെ ഇത് തന്നെയാണ് പറയണം. ഇല്ലാത്തതിൽ ഉണ്ട് എന്ന ഭ്രമമാണ് മായ. ആ മായയിൽ പെട്ടോടത്തോളം ദുഃഖത്തിന് നമുക്ക് നിവർത്തി ഉണ്ടാവില്ല. എന്നാൽ അത് അവിടെ വേണ്ടാച്ചൂടെ? ആ പെടൽ വേണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ഇത് സ്വപ്നദൃഷ്ടി വാഞ്ചസ എന്നാണ്. ചതാത്തിയാണ് കാര്യങ്ങൾ. ഈ സ്വപ്നത്തിൽ നമ്മൾ ഇല്ലാത്തതല്ലേ കാണണം? അല്ലേ? വലിയ ബുദ്ധിമുട്ടാട്ടോ. ചിലപ്പോൾ ഒരു ഗുഹയിൽ പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു എപ്പോഴൊക്കെ പോയാലും വഴിയില്ലാണ്ട് എല്ലാ സ്വപ്നമൊക്കെയാണ് കാണും. എങ്ങോട്ട് പുറത്തേക്ക് കിടക്കാൻ വയ്യ, ശ്വാസം മുട്ടില്ലേ? അങ്ങനത്തെ കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? അറിയില്ല, ഇടയ്ക്ക് കാണാനില്ല. ദുർലഭം. ചിലപ്പോൾ എങ്ങോട്ട് നോക്കിയാലും പോയി മുട്ടും. നടക്കാൻ, പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. ഏതോ സിനിമയിലില്ലേ അങ്ങനെയൊക്കെ? ഭ്രമരയുഗത്തിലൊക്കെ ഉണ്ട്. നോക്കി അങ്ങനെ ഒരു സ്വപ്നം കാണുക വെച്ചാലോ? സത്യത്തിൽ അതും വല്ലതും ഉണ്ടോ സ്വപ്നം? പക്ഷെ നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. ആക്സിഡൻറ്റ് പറ്റി, വേറൊന്ന് പറ്റി. അപ്പം ആ സ്വപ്നത്തിൽ കുടുങ്ങിയ ഒരു ജീവൻ എങ്ങനെയാണോ സ്വപ്നത്തിലെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്?
പുറത്ത് കിടക്കാൻ ഇതൊക്കെ ഇല്ലാത്തതാണെന്ന് മനസ്സിലാവാത്തത്, എന്നിട്ടാണല്ലോ ദുഃഖം അനുഭവിക്കണം. അതുപോലെ വലിയൊരു ഒരു സ്വപ്നമാണ് നാരദ ഈ പ്രപഞ്ചം. പക്ഷേ യഥാർത്ഥ സ്വപ്നം കഴിയണവരെ അനുഭവിച്ചേ പറ്റൂ. ഒരു വഴിയില്ല പുറത്ത് കിടക്കാൻ. പക്ഷേ പ്രപഞ്ചമാകുന്ന സ്വപ്നത്തിൽ നിന്ന് ഒരു വഴിയുണ്ട്. ഭഗവാനെ നല്ലപോലെ മനസ്സിൽ ഉപാസിക്കുക, അത്രേ വേണ്ടൂ, വിഷമമൊന്നുമില്ല. ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക, സത്സംഗം ഉണ്ടാവുക, സച്ചിന്തകൾ ഉണ്ടാവുക. എന്നാൽ ക്രമേണ നമുക്ക് മനസ്സിലാവും ഇതുവരെ പരിഭ്രമിച്ചതൊക്കെ വെറുതെയാണ്, ഇനി പരിഭ്രമിക്കേണ്ടതും ഇല്ല. ഇത് മായ അതിൻ്റെ പാട്ടിൽ പോണൂന്നല്ലാണ്ട് നമ്മളെ ബാധിക്കുന്നതല്ല എന്ന യഥാർത്ഥ സത്യം നമുക്ക് ബോധ്യമാവും. അങ്ങനെ ബോധ്യം ആയൊരു വല്ലതും ഉണ്ടോ? എത്രയോ പേരുണ്ട്. ഞാൻ തന്നെ അതിന് ഉദാഹരണമാണ് എന്ന് പറയുന്ന ബ്രഹ്മാവ്. ഇപ്പം എൻ്റെ കാര്യം പറയാം, മറ്റൊക്കെ പഠിക്കട്ടെ. ഇപ്പം പറഞ്ഞു ഈ ശുഗമഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് പരീക്ഷത്തിന് കേട്ടോ. ശുഗമഹർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കണ കൂടിയിട്ടാണ് ബ്രഹ്മനാരദ സംവാദം ഉണ്ടാവുന്നത്. ബ്രഹ്മനാരദ സംവാദം ഒരു ഘട്ടത്തിൽ പോയിട്ട് അവസാനിച്ച ശുഗമഹർഷിയുടെ ചോദ്യങ്ങളാണ്, അതിന് പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് നാരദൻ അച്ഛനോട് ചോദിച്ചത്, ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ശുഗമഹർഷി പറഞ്ഞു, സാദിദേവോ ജഗദാംബരോ ഗുരു. പരീക്ഷിത്തെ രാജാവേ, നമ്മളൊന്നും ശരിക്കും പറയാച്ചാൽ ഇല്ലാത്തതാണ്, ഉണ്ട് എന്ന തോന്നലുകൊണ്ടാണ് ദുഃഖം ഉണ്ടാവണത്. അപ്പം ആ ബ്രഹ്മദേവൻ, ശുഗനാണ് പറയണത്, ശുഗൻ പറയണം, ബ്രഹ്മദേവൻ ലോകത്തെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു. സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് എങ്ങനെ വേണം എന്ന് ഒരാശയവും മനസ്സിൽ തോന്നിയില്ല. ചെറിയൊരു വീടുണ്ടാക്കണമെങ്കിൽ നമുക്ക് എത്ര ദിവസം ഉറക്കമില്ലാണ്ട് പരിഭ്രമം, ഒരു പ്ലാൻ ഉണ്ടാക്കുക, അത് കീറിക്കളയും, വേറൊരു പ്ലാൻ ഉണ്ടാക്കുക, അത് കീറിക്കളയും, അത് അവിടെ ചെയ്യാൻ മതിയായിരുന്നു എന്ന് വേറൊരാൾ പറയും. അതെന്നാൽ എഞ്ചിനീയറോടൊന്ന് ചോദിക്കട്ടെ, അല്ലച്ചാൽ തച്ചുശാസ്ത്രജ്ഞനോടൊന്ന് ചോദിക്കട്ടെ. ഇങ്ങനെ അനവധി ദിവസം ഉറക്കമില്ലാതെയാണ് നമ്മൾ ചെറിയൊരു വീട് കെട്ടണം. 2 മുറിയും ഒരടുക്കളയും ഓളമുള്ള വീട് മുഴുവനെ സൃഷ്ടിക്കണമെങ്കിൽ ബ്രഹ്മദേവൻ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവണം. ശുശ്രൂക്ഷേക്ഷത, സൃഷ്ടിക്കാനായിട്ട് ആഗ്രഹിച്ചു എന്ന് പറയുന്ന ശുഗമഹർഷി. ബ്രഹ്മദേവൻ സൃഷ്ടിക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ഒരു അശരീരി കേട്ടു എന്നാണ്. എന്താണ്? ത എന്നും പ എന്നും പർശേഷു ഷോഡശം ഏകവിംശം, ക മുതൽ മ വരെയുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ, കാക്കഗംഗ വർഗങ്ങളെയാണ് പർശാക്ഷരം. പർശാക്ഷരങ്ങളിൽ ആദ്യത്തെ 16ാമത്തെ അക്ഷരമാണ് ത, കണക്കാക്കി അറിയാം ത. 21ാമത്തെ അക്ഷരമാണ് പ വരിക. പ കണക്കാക്കാൻ നിൽക്കണ്ട, പിന്നെ കണക്കാക്കിയാൽ മതി. അപ്പം ത എന്നുള്ളതും പ എന്നുള്ളതും 16ാമത്തെയും 21ാമത്തെയും അക്ഷരം ഇങ്ങനെ കേൾക്കുകയാണ്. ത പ ത പ ത പ. എന്താണ് ഈ തപ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം തപസ് ചെയ്യൂ, എന്നാലേ സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. സൃഷ്ടി മാത്രമല്ല കേട്ടോ, ഈ ജീവിതത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഏത് കാര്യത്തിനും കുറച്ച് തപശക്തി വേണം. ഈ ജന്മത്തിൽ തപസ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ മുമ്പത്തെ ജന്മത്തിലെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടുമ്പോൾ എനിക്ക് ഇടയ്ക്ക് അസൂയയും കൂടി തോന്നും. ഇത്ര വലിയ ശബ്ദങ്ങളും സ്വരത്തിൻ്റെ ആരോഹണവും അവരോഹണവും മധുരമായിട്ടുള്ളല്ലേ, നമ്മുടെ ശബ്ദം അത്ര സുഖമുള്ളതൊന്നുമല്ലേ ഇങ്ങനെ ഇവർ പാടണത്. യേശുദാസും ജയന്തരനൊക്കെ അല്ലേ പാട്ട്, നല്ല പാട്ടുകൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സമയം പോണത് അറിയോ. അപ്പോൾ അവർ പൂർവ്വജന്മത്തിൽ തപസ് ചെയ്തുണ്ടാവും. അപ്പോൾ സൃഷ്ടിപരമായിട്ടുള്ള ഏത് കാര്യത്തിനും എന്തുണ്ടാവണം? തപസ് വേണം. അതുകൊണ്ട് ബ്രഹ്മദേവ അങ്ങ് തപസ് ചെയ്യണമെന്ന് ഭഗവാൻ തന്നെയാണ് അശരീരി മുഖാന്തരം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ബ്രഹ്മദേവന് പിടികിട്ടി എന്താണ് ചെയ്യേണ്ടത്. വേഗം തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ ഭഗവാന്റെ ആ സ്വരൂപം മുമ്പിലിങ്ങനെ കാണണം അനുഭവം ഉണ്ടായി. നയത്രമായ കിമുദാ പരേ ഹരേരനൂവ്രത എത്ര സുരാസുരാർച്ചിത. ദേവന്മാരും അസുരന്മാരും ഉപാസിക്കുന്ന ഭജിക്കുന്ന ഭഗവാനെ കണ്ടു. അസുരന്മാർ ഭജിക്കുക ഊവ മഹാബലി ബാണൻ പ്രഹ്ലാദൻ സ്യാന്തന്ന വിദുസുര അസുര ഗണ. സുരന്മാരും അസുരന്മാരും ഭഗവാനെ പൂജിക്കലുണ്ട് അല്ലേ, ബ്രഹ്മാവിനെയൊക്കെ പൂജിക്കലുണ്ട്. അപ്പോൾ മായ ഒട്ടും ബാധിക്കാത്ത ദേവന്മാരും അസുരന്മാരും പൂജിച്ചു കൊണ്ടിരിക്കുന്ന ശ്യാമാവതാത ശതപത്രലോചന ബ്രഹ്മാവ് കണ്ട ഈശ്വരൻ്റെ സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. നീലമേഘശ്യാമള സ്വരൂപത്തോട് കൂടിയിട്ട് താമരപ്പൂ പോലത്തെ കണ്ണിൻ്റെ ഭംഗി എപ്പോഴും ലേശം വലുതാവണം. അത് വിചാരിച്ചിട്ട് ഉണ്ടക്കണ്ണ് പോലെ വലുതാവാനും പാടില്ല കേട്ടോ.
അടഞ്ഞ കണ്ണുകൾ ഒരു ലക്ഷണക്കേടാണ്. പച്ച മലയാളത്തിൽ ചീമ്രം കണ്ണ് എന്ന് പറയും. അപ്പം അത് നല്ല കണ്ണിൻ്റെ ലക്ഷണം. രാമനെയൊക്കെ വർണ്ണിക്കുമ്പോൾ രാമായണത്തിൽ പറയും വിടർന്ന കണ്ണുകളായിരിക്കണം, താമരപ്പൂ പോലെ. എന്നാൽ വല്ലാതെ ആനുപാതികമല്ലാണ്ട് വലുതാവാനും പാടില്ല. ആ കൃത്യമായ വലിപ്പത്തിൽ ഭംഗിയുള്ള കണ്ണുകൾ, 4 കാലുകൾ, 4 കൈകൾ, ചതുർബാഹുവായിട്ട് 4 കൈകൾ, പഞ്ഞപ്പട്ടുടുത്ത മനോഹരമായിട്ടുള്ള സ്വരൂപത്തെ അവർ കാണുകയാണ്. വൈകുണ്ഠത്തെ ബ്രഹ്മദേവൻ തപസ് ചെയ്ത കുറേ കഴിഞ്ഞാൽ ആ രൂപം നമുക്കിങ്ങനെ കാണുന്ന പോലെ വരും. മുമ്പിലുണ്ടെന്ന് തോന്നുമായിരിക്കാം, പ്രതീതിയായിരിക്കാം. പക്ഷെ അതൊരു ഭാഗ്യമാണ്. പ്രതീതിയെങ്കിൽ പ്രതീതി, അതൊരു ഭാഗ്യമല്ലേ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? പറയണ ശീര്യത്ര രൂപിണ്യൊരുകായ പാതയോ കരോതിമാനം ബഹുതാ വിഭൂതിപി. ഏതൊരു ഭഗവാന്റെ പാദപത്മങ്ങളാണ് സദാ മഹാലക്ഷ്മി സേവിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാലക്ഷ്മിയെ ഭജിച്ചാൽ നമുക്ക് എല്ലാ ഐശ്വര്യവും കിട്ടും. അപ്പോൾ ആ മഹാലക്ഷ്മി ഒരു പാദത്തെ സേവിക്കണമെങ്കിൽ ആ പാദത്തിന് എത്ര മഹാത്മ്യം ഉണ്ടാവണം. ഏതെങ്കിലും പാദത്തെ മഹാലക്ഷ്മി സേവിക്കുമോ? അപ്പോൾ അത്രമാത്രം മഹാത്മ്യമുള്ള പാദങ്ങളോടുകൂടി മഹാലക്ഷ്മി സേവിക്കുന്നതായ ആ പാദങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ബ്രഹ്മദേവൻ വിഷ്ണുവിനെ വൈകുണ്ഠമായിട്ട് അങ്ങനെ കണ്ടത്. പിന്നെ സുനന്ദൻ, നന്ദൻ മുതലായിട്ടുള്ള പാർഷദന്മാരാൽ സേവിക്കപ്പെട്ടുകൊണ്ടും ഭൃത്യപ്രസാദാഭിമുഖം ദൃഗാസവം, സേവിക്കുന്നതായിട്ടുള്ള ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട് പുഞ്ചിരിച്ച നല്ല പ്രസാദമുള്ള മുഖം, പ്രസന്നവദനം ധ്യായേ. മുഖത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു പുഞ്ചിരി ഉണ്ടാവണം എന്നാണ്. ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ച മുഖം നല്ലതല്ല. അത് കണ്ടാൽ തന്നെ അയാളുടെ മുഖത്തേക്ക് നോക്കാൻ തോന്നില്ല. അങ്ങനെ വെച്ചാൽ അപ്പം ചെറുതായിട്ടൊരു പുഞ്ചിരി, ഒരു സന്തോഷം, എന്നാണ് പ്രസന്നവദനം. ഭൃത്യന്മാരോടുള്ള വാത്സല്യം കാരണം അവരെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ചതുഷോടച്ച പഞ്ചശക്തിഭി, പഞ്ചഭൂതങ്ങളും 10 ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി 16 കലകളാൽ അങ്ങനെയൊക്കെയാണ് ദേവന്മാരെ വാഴ്ത്തുക. ചുറ്റപ്പെട്ടതായിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന വിഷ്ണു ഭഗവാനെ തപസ്സിൻ്റെ ബലമായിട്ട് ബ്രഹ്മദേവൻ കണ്ടു. അപ്പം എന്ത് ചെയ്തു? നാമപാദംബുജമസ്യ വിശ്വതൃകൽ പാരമഹംസേന പദാധിഗമ്യതേ. പാരമഹംസ്യമാർഗത്തിൽ കൂടിയിട്ട യോഗികളും അതുപോലെ തന്നെ ഭക്തന്മാരും ജ്ഞാനികളും ഏതൊരു ഭഗവാനെയാണോ ഉപാസിക്കുന്നത് ആ ഭഗവാനെ ബ്രഹ്മദേവൻ മുമ്പിലങ്ങനെ കാണുകയാണ്. കണ്ടതോടുകൂടി തന്നെ ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, ത്വയാഹം തോഷിത സമ്യക് വേദഗർഭ ശുശ്രൂഷയാ. ഭക്തന്മാർ ഭഗവാനോട് യാതൊന്നും ചോദിക്കേണ്ടാത്രേ. നമ്മളെന്തൊക്കെ ലിസ്റ്റായി കടയിലേക്ക് സാധനം എഴുതുന്ന പോലെയാണ് ഇടയ്ക്ക് ഗുരുവായൂർക്ക് ലിസ്റ്റ് എഴുതി കൊണ്ടുപോകാം. കൊണ്ടുപോകണം ആരെയൊക്കെ അറിയാം. അവിടെ പോയിട്ട് വല്ലതും ഭഗവാനോട് ചോദിക്കാൻ മറന്നാലോ? വല്ല ആവശ്യമുണ്ടോ? കാണാമ്പുഴ ദേവിയോട് പോയിട്ട് ഇന്ന വണ്ടി KL ഇത്ര നമ്പർ ദേവിക്ക് പറഞ്ഞു കൊടുത്ത് വാഹനം മുട്ടണവരുണ്ടല്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കുക അവരുടെയൊക്കെ ഒരു വിട്ടിത്തിരി. നമ്മുടെ വണ്ടി ഏതാണ്, നമ്മുടെ വണ്ടിക്ക് ആപത്ത് പറ്റാതിരിക്കാൻ എന്താ വേണ്ടത് ദേവിക്ക് അറിയില്ല. ആലോചിച്ച് നോക്കൂ. ഇത്ര അല്പബുദ്ധികളാണ് പലരും. അപ്പോൾ എന്തിനാണ് ഭഗവാനോട് നമ്മുടെ ഇങ്ങനെ ചോദിച്ച് ലിസ്റ്റ് ചെയ്ത് ചോദിക്കുന്നത്? ഇവിടെ ബ്രഹ്മാവ് ചോദിച്ചിട്ടില്ല. പക്ഷേ ഭഗവാൻ ഇങ്ങോട്ട് പറഞ്ഞു, ഹേ ബ്രഹ്മദേവ, അങ്ങയുടെ ആവശ്യം ഞാൻ അറിഞ്ഞിരിക്കുന്നു. ത്വയാഹം തോഷിത സമ്യക് വേദഗർഭ. വേദഗർഭ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവേ, സൃഷ്ടിക്കലല്ലേ ഇപ്പം അങ്ങയുടെ ആവശ്യം? തീർച്ചയായിട്ടും അങ്ങേക്കത് സാധിക്കും. എന്താ കാരണം? ചിരം മൃതേന തപസ, വളരെ കാലം ചെയ്യപ്പെട്ടതായിട്ടുള്ള ആ തപസ്സുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങേക്കതിന് സാധിക്കും. ഇതെല്ലാവർക്കും സാധിക്കുന്നതല്ല. ഈ തപസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നത് ദുസ്തോഷ കൂടയോഗിനാം, യോഗവും ഭക്തിയും പൂർണ്ണമല്ലാത്തവർക്ക് കഴിയാത്ത വിധം ആണ് അങ്ങ് വളരെയധികം തീവ്രമായിട്ടുള്ള തപസ് ചെയ്തത്. അതുകൊണ്ട് എന്താണ് അങ്ങേക്ക് വരം വേണ്ടത്? വരം വരയ ഭദ്രം ദേവരേശം മാഭി വാഞ്ചിതും. ഏത് വരവും തരാൻ കഴിവുള്ള എന്നോട് ചോദിച്ചോളൂ, എന്താണ് അങ്ങേക്ക് വേണ്ടത് എങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഈ ലോകം മുഴുവനും സൃഷ്ടിക്കുന്നത് സങ്കല്പശക്തിയാൽ ഞാനാണ് എന്നും ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവൻ സർവഭൂതാനാം അധ്യക്ഷോ വർത്തിതോ മുഖം വേദപ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം. അറിവില്ലാത്തവർക്ക് ഒക്കെ അറിവുണ്ടാക്കി കൊടുക്കുന്നത് അങ്ങാണ്. ഈ ലോകം മുഴുവനെ സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും ഇല്ലാണ്ടാക്കുന്നതും അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് സർവേശ്വര, ഒരു ലീലയായിട്ട് ഈ അമോഘമായ വലിയ പ്രവൃത്തികൾ അങ്ങ് ചെയ്യുന്നു എന്ന് പറയുകയാണ്. എനിക്കിപ്പോൾ വേണ്ടത് എന്താണ്? സൃഷ്ടി നടത്തണം.
ലോക സൃഷ്ടി നടത്തുന്നതാണല്ലോ എനിക്ക് തന്ന ചുമതല. ആ സൃഷ്ടി നടത്തിയിട്ട് അത് എൻ്റെ മനസ്സിനെ ബാധിക്കാതെയും ആക്കണം. ഏത് പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടും അല്ല കുഴപ്പം, ആ പ്രവൃത്തിയിൽ നമുക്ക് ബന്ധം ഉണ്ടാവുക, ഞാൻ ചെയ്യുന്നു എന്ന ബോധം ഉണ്ടാവുക, കർത്തൃത്വഭോക്തൃത്വ ഭാവം ഉണ്ടാവുക, അഹങ്കാരം ഉണ്ടാവുക. ചിലർ നന്നായി എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാവുക, നന്നായില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യം ഉണ്ടാവുക. അതൊന്നും പാടില്ല. പ്രവൃത്തി ചെയ്യുമ്പോൾ കർത്തൃത്വ ഭോക്തൃത്വ ഭാവത്തെ മാറ്റി വെച്ചിട്ട് എനിക്കത് ചെയ്യാനുള്ള അനുഗ്രഹം അങ്ങ് മാത്രം വിചാരിച്ചാലേ നടക്കൂ. അല്ലെങ്കിൽ ഇത്രയും വലിയ സൃഷ്ടികർമ്മത്തിൽ ഞാൻ ഏർപ്പെടുമ്പോൾ എൻ്റെ മനസ്സിനെ ശോകമോഹങ്ങളായിരിക്കുന്ന പല ഭാവങ്ങളും അഭിമാനവും ബാധിക്കും. അതെനിക്ക് ദുഃഖകാരണമാവും. അതുകൊണ്ട് സർവേശ്വര, അത്തരം ചഞ്ചലിപ്പുകളോ അതുപോലെ ദുഃഖങ്ങളോ സന്തോഷങ്ങളോ ഭാവഭേദങ്ങളോ എൻ്റെ മനസ്സിനെ ബാധിക്കാതെ എനിക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം എന്നല്ല പറഞ്ഞത്. ഇത്തരം ഭാവങ്ങളൊന്നും ബാധിക്കാതെ, അവിടെയാണ് പ്രാധാന്യം, എനിക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ ഇത്രയും വലിയ കർമ്മം എന്നെ പ്രതികൂലമായിട്ട് ബാധിക്കും, എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യും എന്ന് പറയുകയാണ്. അതുകൊണ്ട് അഭിക്ലവത്തെ പരികർമ്മണിത്തിതോ മാമേത മുന്നതമതോ അജമാനിന, അങ്ങയുടെ മായ ആകുന്ന അഹങ്കാരം ബാധിക്കാതെ ഞാനെന്നും എൻ്റേത് എന്നുമുള്ള ഭാവത്തെ വിട്ട് ഈ ലോകത്തെ സൃഷ്ടിക്കാൻ എനിക്ക് സാധിക്കണം. അതാണ് എനിക്ക് പറയാനുള്ള അപേക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഹേ ബ്രഹ്മദേവ, എന്നെ ആശ്രയിച്ചില്ലേ, അപ്പോൾ അങ്ങേക്കത് തീർച്ചയായിട്ടും സാധിക്കും. എന്നെ ആശ്രയിച്ചവർക്കൊരു കാര്യം സാധിക്കാതിരിക്കുക അങ്ങനെ വരില്ല. ജ്ഞാനം പരമഗുഹ്യം നേയത് വിജ്ഞാന സമന്വിതം, ആ പരമമായിരിക്കുന്ന ജ്ഞാനം ഞാൻ അങ്ങേക്ക് ഉപദേശിക്കാം എന്ന് മാത്രം കേട്ടോ. വിജ്ഞാന സമന്വിതം, എന്താ വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം? വട്ടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ജ്ഞാനം മേ പരമഗുഹ്യം മേ യത് വിജ്ഞാന സമന്വിതം വേറെ പറയണോ? ജ്ഞാനം പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ വിജ്ഞാനം പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ പോരെ. ജ്ഞാനം വിജ്ഞാന സമന്വിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതെന്താ അങ്ങനെ ഒരു സാധനം? അത് വേറൊന്നുമല്ല. അറിവ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പഠിച്ചാൽ പറയാം. നമ്മളൊക്കെ ഇപ്പോൾ ശരിക്കും പറയാ വെച്ചാൽ ജ്ഞാനം എന്തൊക്കെയോ പഠിച്ച് മനസ്സിലാക്കണം, മുഴുവനായിട്ടൊന്നും എവിടെ എത്തിയിട്ടില്ല. ഉള്ളത് തന്നെ എന്താണ്? ജ്ഞാനത്രയേ ഉള്ളൂ. അത് വിജ്ഞാനത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഞാനൊക്കെ പറയാം, എന്തൊക്കെയോ ജ്ഞാനം പൂർണ്ണമാണോ? അതും പൂർണ്ണമല്ല, അപൂർണമായിട്ട് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതാണ് ജ്ഞാനം. അപൂർണമായിട്ട് ചിലത് മനസ്സിലാക്കുക, മുഴുവനായിട്ടൊന്നുമില്ല. അപ്പോൾ വിജ്ഞാനമാകുമ്പോൾ അങ്ങനെയല്ല, അത് അനുഭവത്തിൽ കൊണ്ടുവരാൻ കഴിയണം. അനുഭവത്തിൽ ഞാനാണ് ഈശ്വരൻ എന്ന് അനുഭവിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ അതിൻ്റെ സുഖം അറിയുള്ളൂ. അതാണ് വിജ്ഞാനം അനുഭവസഹിതമാണ് എന്ന് പറയുന്നത്. ബ്രഹ്മത്തിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തിലത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ തന്നെ കഴിയില്ല എന്നാണ് പറയണത്. പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കീർത്തിയോ ധനമോ ഒന്നും ഒരു ജ്ഞാനി യഥാർത്ഥമായിട്ട് അനുഭവിക്കുമ്പോൾ ആഗ്രഹിക്കുന്നില്ല. അത് പറഞ്ഞ് വേറെ ആൾക്ക് കൊടുക്കേണ്ട ആവശ്യവും അവനില്ല. ഇപ്പം നമ്മൾ പറയണു, അപ്പോൾ നമ്മളൊന്നും വിജ്ഞാനം അനുഭവിക്കണവരല്ല. ജ്ഞാനം എത്രയോ ലേശം പഠിച്ചിട്ടുണ്ട്, എത്രയോ ലേശം, വളരെ കുറച്ച് എന്തൊക്കെയോ പഠിച്ചു. അപ്പോൾ അത് ജ്ഞാനത്തിൻ്റെ ലേശാംശമാണ്, വിജ്ഞാനം ഒട്ടുമായിട്ടില്ല. അങ്ങനെ ആയാൽ നമ്മൾ ദുഃഖം ഉണ്ടാവുമോ, ദേഷ്യം വരുമോ, കാമത്തെ ഉണ്ടാവുമോ? ഇത്തരം വികാരങ്ങളെയൊക്കെ ജയിക്കാൻ കഴിഞ്ഞ ആൾക്കാണ് ഇതൊക്കെ വിജ്ഞാനം എന്ന് പറയാം. അപ്പോൾ ആ വിജ്ഞാനത്തോട് കൂടിയ ജ്ഞാനത്തെ ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരാം. ഞാൻ പറഞ്ഞതൊക്കെ അങ്ങേക്ക് ജീവിതത്തിൽ പകർത്താൻ അല്ലയോ ബ്രഹ്മദേവ സാധിക്കും. ഇതിലും വലിയൊരു അനുഗ്രഹം ഇനി വേറെ ഉണ്ടോ? ഈ ജ്ഞാനം നമ്മൾ മനസ്സിലാക്കാൻ പഠിച്ചാൽ, അനുഭവിക്കാനും പ്രായോഗികമാക്കാനും പഠിച്ചാൽ, പിന്നെ അവന് ഈ ലോകത്തിൽ വേണ്ടതൊന്നുമില്ല എന്ന് പറയണം. ഒന്നും വേണ്ടതില്ല. അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. 4 ശ്ലോകം കൊണ്ട് ആ പരമജ്ഞാനം ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. അതാണത്രേ ആദ്യത്തെ ഭാഗവതം. 4 ശ്ലോകം കൊണ്ട്, ചതുശ്ലോകി ഭാഗവതം എന്നതിന് പറയും. അതിനെ കുറച്ചങ്ങനെ വിസ്തരിച്ചു ബ്രഹ്മാവ് നാരദന്. നമ്മൾ മുമ്പ് കേട്ടു ഇല്ലേ? അതിൻ്റെ മുമ്പ് കേട്ടു നാരദൻ വ്യാസന് ഉപദേശിച്ചു. വ്യാസനാവട്ടെ അത് എഴുതി ചിട്ടപ്പെടുത്തി മകനായ ശുകനെ പഠിപ്പിച്ചു. ഇതെല്ലാതും കൂടി ശൗനകാദികൾക്ക് സൂതനും പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് ഭാഗവതത്തിൻ്റെ ഉപദേശം. ഏറ്റവും തുടക്കം ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു, ബ്രഹ്മാവ് മകനായ നാരദന് പറഞ്ഞു കൊടുത്തു. അതൊക്കെ ചുരുക്കേ ഉള്ളൂ. നാരദൻ വ്യാസന് പറഞ്ഞു കൊടുത്തു, വ്യാസൻ 18,000 ശ്ലോകമാക്കി ഗ്രന്ഥമാക്കി. അത് മകനായിരിക്കുന്ന ശുകനെ പഠിപ്പിച്ചു.
ശുഗൻ അത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു. അതെല്ലാതും കൂടിയിട്ടോ ശൗനകാദികൾക്ക് സൂതനും പറഞ്ഞു കൊടുത്തു. ഇതാണ് ഭാഗവതത്തിൻ്റെ ഉപദേശക്രമം. അപ്പോൾ ഭഗവാൻ നാരദന് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള 4 ശ്ലോകം ഭാഗവതത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉറവിടമാണ്. അതെന്തൊക്കെയാണ് ഇവിടെ പറയണം? അഹമേവാസമേവാഗ്രേ നാന്യത്ത് സരസത്പരം പശ്ചാതകം യഥേ തച്ച യോവശിഷ്യേതസൂസ്മ്യകം. ആദ്യത്തെ ശ്ലോകം, ബ്രഹ്മാവേ ഞാനും ഇല്ല അങ്ങുമില്ല. പ്രപഞ്ചത്തിൽ ആദ്യകാലത്ത് ഉണ്ടായിട്ടുള്ളത് ഒരു ഈശ്വരശക്തി മാത്രമാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ആണ് കേട്ടോ ഇല്ലാത്തത്. വിഷ്ണു എന്നുള്ള രൂപമൊന്നും പണ്ടില്ല എന്നാണ് ഞാൻ എന്ന് പറഞ്ഞത്. അതുമില്ല. പക്ഷേ ഏതോ ഒരു ശക്തി ഈ പ്രപഞ്ചം ഉണ്ടാവണതിൻ്റെ മുമ്പുണ്ടായിരുന്നു. അത് വിഷ്ണുവോ ശിവനോ ബ്രഹ്മാവോ ഒന്നും അല്ലാത്തൊരു ശക്തിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞാലോ അപ്പോഴും അതന്നെ ഉണ്ടാവുള്ളൂ. ഈ പ്രപഞ്ചം ഒരു ദിവസം ഇല്ലാണ്ടാവും എന്നാണ് പ്രളയകാലത്ത്. അപ്പുണ്ടാവണതും ഞാൻ തന്നെ, ഈശ്വരൻ. അപ്പോൾ ഇടയിൽ കാണുന്ന ഈ ലോകങ്ങളോ ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തത് വിദ്യാതാത്മനോമായാം യഥാഭാസോ യഥാ തമ. അപ്പോൾ ഈ കാണുന്നതായിട്ട ലോകങ്ങളോ അതും ശരിക്കില്ലാത്ത തന്നെയാണ്. പക്ഷേ ഉണ്ട് എന്ന് അജ്ഞാനികൾക്ക് തോന്നും. ജ്ഞാനികൾക്ക് തോന്നില്ല. എത്ര തിസർഗോ മൃഷ. കളവാണ് ജ്ഞാനികൾക്ക് പ്രപഞ്ചമില്ല. പ്രപഞ്ചം സത്യമായിട്ട് തോന്നുന്നത് ആർക്കാണ്? അജ്ഞാനികൾക്കാണ്. അതുകൊണ്ട് ബ്രഹ്മാവേ, അറിവില്ലാത്തവർക്ക് തോന്നും ഈ പ്രപഞ്ചം സത്യമാണ് എന്ന്. ഇല്ലാത്തതുണ്ട് എന്ന് തോന്നുമോ? തോന്നും. ഏതാ ഉദാഹരണം? മങ്ങിയ വെളിച്ചം, അതൊരു കയറ് കിടക്കണു. അയ്യോ ഇവിടെ ഒരു പാമ്പ് കിടക്കുന്നുണ്ട്, മുമ്പിൽ താള് പിന്നിൽ താളെ തടഞ്ഞു ഇതേ നടക്കാൻ വരട്ടെ എന്ന്. ഒരു ടോർച്ച് കൊണ്ടുവരൂ. ടോർച്ച് അടിച്ചപ്പോൾ അതൊരു കയറാണ്. നീ പൊക്കോളൂ, കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ പാമ്പുണ്ടായി. അവിടെ പാമ്പുണ്ടോ? അവിടെ ഉള്ളത് കയറാണ്. അപ്പോൾ എങ്ങനെയാണ് പാമ്പുണ്ടായി? പാമ്പുണ്ടാവാൻ 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, മങ്ങിയ ഒരു വെളിച്ചം അവിടെ ഉണ്ടായിരുന്നു. ഒട്ടും വെളിച്ചമില്ലെങ്കിൽ കാണൂല. കയറിനെ ചവിട്ടി അബദ്ധം ഉണ്ടാവില്ല. കയറിനെ ചവിട്ടി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒട്ടും വെളിച്ചമില്ലാത്ത ഇരുട്ടാണെച്ചാൽ കുഴപ്പമില്ലായിരുന്നു. നല്ല വെളിച്ചമുണ്ടെങ്കിൽ കയറാണെന്ന് മനസ്സിലാവും ഇല്ലേ? അപ്പോഴും പ്രശ്നമില്ല. മങ്ങിയ വെളിച്ചമാണ് തകരാറാക്കിയത്. അപ്പോൾ എന്തായി? കയറിൽ പാമ്പ് അവിടെ ഉണ്ടായി. മനസ്സിൽ പാമ്പ് എന്ന ആശയമുണ്ട്. അത് അത്ര സുഖമുള്ളൊരു വസ്തുവല്ല എന്നും നമുക്കറിയാം ഇല്ലേ? പാമ്പ് എന്ത് ഭംഗിയ, എന്തൊരു നല്ല ആശയമാണ് ഒരു പാമ്പ്. അതാരും പറയലില്ല, അയ്യോ പാമ്പ് എന്നാണ് പറയുക. അപ്പം മനസ്സിൽ പാമ്പിനെ പറ്റിയുള്ള അത്ര സുഖമില്ലാത്ത ധാരണ, മങ്ങിയ വെളിച്ചം, കയറിൻ്റെ ആ നിലനിൽപ്പ്, ഇതെല്ലാം കൂടിയാണ് ഉള്ള കയറിൽ ഇല്ലാത്ത പാമ്പിനെ സൃഷ്ടിച്ചത്. ഇതേപോലെ പ്രപഞ്ചത്തിലേക്ക് ഒന്നെടുത്ത് നോക്കുക. യഥാർത്ഥത്തിലുള്ളത് എന്താണ്? ഭഗവാൻ. ഇല്ലാത്തത് എന്താണ്? പ്രപഞ്ചം. എന്തുകൊണ്ട്? അറിവിൻ്റെ അഭാവം നിമിത്തം. കുറച്ചറിവുണ്ടേനും അവിടെ പ്രശ്നം. കുറച്ച് അറിവുണ്ട് എന്നാൽ വേണ്ട പോലെ വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ? അവിട്ടില്ലേ? ഇനിയും ഇല്ലത്ത് എന്ന് വിടും ചെയ്തു, അമ്മാത്ത് എത്തിയതും ഇല്ല എന്നാണ് നമ്മുടെയൊക്കെ കാര്യം. ആണ് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചാൽ നല്ല സുഖം കിട്ടുമെന്ന് പറയണത്. അത് മനസ്സിലാക്കിയിട്ടുണ്ട്. സുഖാർക്കയിലും കിട്ടുന്നുണ്ടോ? അത് വേണ്ട പോലെയല്ല അനുഷ്ഠിക്കണം. അതുകൊണ്ടാണേ വേണ്ട പോലെ അനുഷ്ഠിച്ച സുഖം കിട്ടും. അപ്പോൾ ചിലത് മനസ്സിലാക്കി, ചിലത് മനസ്സിലാക്കിയില്ല. യഥാർത്ഥ അറിവില്ല, എന്നാൽ എന്തൊക്കെയോ അറിവുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉള്ള ഈശ്വരനിൽ ഇല്ലാത്ത പ്രപഞ്ചത്തെ നമ്മൾ കാണും. ജ്ഞാനം പൂർണ്ണമാവുമ്പോൾ ഇത് ഈശ്വരനാണ്, പ്രപഞ്ചമല്ല എന്ന് ബോധ്യമാവും ചെയ്യും എന്ന് പറയണം. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ഉച്ചാപജേഷനു പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി തഥാ തേഷുന തേഷകം. ഈ ഭഗവാൻ പറയണം, ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ഞാൻ വ്യാപരിച്ചിട്ടുണ്ട്, യാതൊന്നുമായിട്ട് എനിക്ക് ബന്ധമില്ല. ഇതാണ് മനസ്സിലാക്കേണ്ട ഏക കാര്യം. ഇപ്പം പറഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ പ്രപഞ്ചത്തിന് മുമ്പേ പ്രപഞ്ചം നശിച്ചാൽ. ഒന്ന് മനസ്സിൽ. രണ്ടാമത്തെ കാര്യം, ഇതല്ലാതെ ഉണ്ട് എന്ന് തോന്നുന്നത് വെറും തോന്നലാണ്, അജ്ഞാനം കൊണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഞാൻ എല്ലാറ്റിലും വ്യാപിച്ചിട്ടുണ്ട്, ഒന്നുമായിട്ടും എനിക്ക് ബന്ധം ഇല്ല. ഈശ്വരൻ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ഒന്ന്. ഇല്ലാത്തതായിട്ടുണ്ട് എന്ന് തോന്നുന്ന പ്രപഞ്ചം അജ്ഞാനം കൊണ്ട്.
ഇനി എല്ലാറ്റിനും ഭഗവാൻ ഉണ്ട്, എല്ലാ ജീവാത്മാക്കളായിട്ട് സർവ്വശരീരത്തിലുണ്ട്. ഇത് ജീവാത്മാക്കളല്ലാത്തതിലും ഉണ്ട്. ഈ 3 കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കി എന്നാണ്. കുറേ ഗ്രന്ഥങ്ങൾ വായിക്കേണ്ട അത്രേ. ഇതാണ് ശങ്കരാചാര്യ പറയുന്നത്, സർവം ഖല്ലിതം ബ്രഹ്മ, ബ്രഹ്മസത്യം ജഗൻ മിഥ്യ, ബ്രഹ്മോ ജീവേവനാവര. ബ്രഹ്മമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ്. നമ്മളിലുള്ള ശക്തി ഈശ്വരൻ തന്നെ ആകുന്നു എന്നുള്ള ആ ഒരു സത്യം. ബ്രഹ്മോ ജീവേവനാവര, ഞാൻ ബ്രഹ്മൻ തന്നെയാണ്. ഈ സംഗതി മനസ്സിലാക്കിയാൽ കുറേയൊന്നും വായിച്ച് മനസ്സിലാക്കേണ്ടതില്ല എന്ന് ശങ്കരാചാര്യ പറഞ്ഞതാണ്. സർവം ഈശ്വരമയമാണ്, അതിലൊക്കെ ഈശ്വരൻ്റെ അനുപ്രവേശമുണ്ട്. ഈ പ്രപഞ്ചത്തിന് മുമ്പേ, ഒന്നും കൂടി ആവർത്തിക്കുകയാണ്, ഈ പ്രപഞ്ചത്തിന് മുമ്പേ ഈശ്വരനെ ഉണ്ടായിട്ടുള്ളൂ. ഈ പ്രപഞ്ചം ഉണ്ടാവാണ്ടായാലോ ഈശ്വരനെ ഉണ്ടാവുള്ളൂ. ഇടയിൽ ഉണ്ടെന്ന് തോന്നുന്നതോ മായയാണ്. എല്ലാറ്റിലും ഈശ്വരൻ്റെ പ്രവേശമുണ്ട്. ഇത്രയും ആണ് 4 ശ്ലോകങ്ങളെ കൊണ്ട് ആ ബ്രഹ്മാവിന് ശ്രീനാരായണൻ ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുത്തത്. ഈ ഭാഗവതമാണ് എന്തുണ്ടായത്, ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുത്തു. തം നാരദ പ്രിയതമോ റിക്താദാനാമനുമൃത. പ്രിയപുത്രനായിരിക്കുന്ന നാരദന് ശ്രീനാരായണൻ തനിക്ക് പറഞ്ഞു കൊടുത്തത് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു നാരദന്. ആ നാരദനാകട്ടെ അത് ആർക്ക് പറഞ്ഞു കൊടുത്തു, വ്യാസന് പറഞ്ഞു കൊടുത്തു. വ്യാസനാവട്ടെ അത് 18,000 ശ്ലോകമാക്കിയിട്ട് ചിട്ടപ്പെടുത്തി പുത്രനായിരിക്കുന്ന ശുഗനെ പഠിപ്പിച്ചു. ആ ശുഗൻ പരീക്ഷത്തിനും പറഞ്ഞു കൊടുത്തു. അത് ശൗനകാദികൾക്ക് സൂതൻ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ധാരാളം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉപദേശക്രമം. ശതശ്ലോകി ഭാഗവതം. യദുദാഹം തയാ പൃഷ്ടോ വൈരാജാൽ പുരുഷാരിതം യഥാസി തതുവാക്യാസേ പ്രശ്നാനന്യാം ച കൃഷ്ണശ. 10 ലക്ഷണത്തോടു കൂടിയിട്ടുള്ള ശ്രീമദ് ഭാഗവതമാക്കി എന്നാണ്. അങ്ങനെ ഈ ശ്രീമദ് ഭാഗവതമായിട്ട് സർഗം വിസർഗം സ്ഥാനം പോഷണം മൂതി മന്വന്തരം ഈശാനുകഥ നിരോധം മുക്തി ആശ്രയം, ഇതാണ് 10 ലക്ഷണത്തോടു കൂടിയിട്ടുള്ള ശ്രീമദ് ഭാഗവത പുരാണം എന്നങ്ങനെ പറഞ്ഞ അധ്യായം അവസാനിപ്പിച്ചു. അടുത്ത വിഷയത്തിലേക്ക് മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാം. കായേന വാചാ മനസേന്ദ്രിയേർവാധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.